ശരി പറഞ്ഞാൽ തൃശ്ശൂരുള്ള മണപ്പുറം ഗോൾഡിൻ്റെ ആ ഒരു പ്രശ്നം നിങ്ങൾ പത്രത്തിൽ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നില്ലേ? ആ ഒരു സ്ത്രീ, അതായത് ഒരു അസിസ്റ്റന്റ് മാനേജറായ ഒരു സ്ത്രീക്ക് ഈ 20 കോടിയോളം രൂപ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അതിനകത്ത് വേറെ എന്തെങ്കിലും അതിനകത്ത് കളി ഉണ്ടാവില്ല? അവരെ മാത്രം കുടിക്കിയതായിരിക്കില്ലേ അത്? അവർ ഒറ്റക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഇത്രയും കാശെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൂടുതലുള്ള പ്രവർത്തകർക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പങ്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് 20 കോടി രൂപ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് പ്രാവർത്തികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മണപ്പുറം ഗോൾഡ് എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ചെറിയ നിസ്സാര സ്വർണ്ണക്കടയല്ല. അതിലിങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് തിരിമറി നടത്തുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരും പങ്കുണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒറ്റക്കെന്തായാലും അടിച്ചു മാറ്റാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും അതന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഈ ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല. കാരണം മണപ്പുറം എന്ന് പറയുന്നത് അറിയാലോ, കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ എല്ലാവിടെയും ഉള്ള ഒരു സ്ഥാപനമാണിത്. അതിനകത്ത് ഒരു കണക്കും കയ്യില്ലാണ്ട് ഒരു അസിസ്റ്റന്റ് മാനേജർ വിചാരിച്ചാൽ ഈ 20 കോടിയോളം രൂപ അടിച്ചു മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അത് കേൾക്കാൻ നമ്മൾ പൊട്ടന്മാരായിരിക്കണം. പിന്നെ എന്താ വെള്ളരിക്കപ്പെട്ടണം. പിന്നെ ആ സ്ത്രീ പോയിട്ട് സ്വയം കീഴടങ്ങിയാണ് പോലീസിൽ. എന്നിട്ട് ആ സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. എന്താ വെച്ചാൽ അവർ പറയുന്നത്, ഞാൻ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, എൻ്റെ ബാഗ് നിറച്ചും കാശാണ്, ഇതാ നിങ്ങൾ തുറന്നു നോക്കിക്കോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അതിന് നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റുന്ന, ആ സ്ത്രീ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ 1-2 ഉറുപ്പ്യല്ല അടിച്ചു മാറ്റിയ 20 കോടിയാണ്. 1-2 രൂപയല്ല അവർ പറയുന്നത്. അപ്പം ഇത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ വെച്ചാൽ അതിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടി അതിൻ്റെ അതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്. അല്ലാതെ ഈ സ്ത്രീ ഒറ്റക്ക് എന്തായാലും ചെയ്യൂല, അത് ഉറപ്പാണ്. ഇതിൻ്റെ പിറകിൽ വൻ തലച്ചോറുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെയാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ നിരപരാധിയായിരിക്കും. ഇതിൻ്റെ പിറകിൽ ഒരു വൻ റാക്കറ്റ് ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ തിരുവനന്തപുരത്ത് ടോട്ടൽ 4 എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 19 വയസ്സുകാരനാണ് ആ സംഭവം നടത്തിയത്. മൊത്തം ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് പൈസ അടിച്ചു മാറായിരുന്നു അവൻ്റെ പരിപാടി. ഞാൻ കേട്ടിട്ടുണ്ട്, ആ പയ്യൻ്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിലെന്ന് പറയുന്നത് ഇവരെ ഒരു എന്താ പറയുക, നമുക്ക് ഇട്ടിരുന്ന ഒരു എരേനെ പോലെയാണ് തോന്നുന്നത്. ഈ സ്ത്രീനെ ഇട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ അകത്ത് സൈലൻ്റ് ആയിട്ടാണ് ഉള്ളത്. എന്താ വെച്ചാൽ ഒരു 20 കോടി ഈ സ്ത്രീ ഒറ്റക്ക് അനുഭവിക്കുന്നതല്ല എന്നാണ് നമുക്ക് കാണിച്ചതിൽ തോന്നുന്നത്. ഒരു എര നമുക്ക് ഏത് വലിയ വലിയ കേസ് വരുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു എരേനെ പിടിച്ചിടൂലേ, അതുപോലെ തന്നെ എനിക്ക് ഈ സ്ത്രീനെ പിടിച്ചിട്ടാൽ വരെ തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട്, മാഫിയ ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലോ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ 1-2 ഉറുപ്പ്യല്ല ഇവിടെ സംസാരിക്കുന്നത്, നമ്മൾ 20 കോടിയാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആരും കൂടി ഒന്ന് തരാം, നീ ഏറ്റെടുത്തോ എന്ന് പണ്ട് എപ്പോഴും പറഞ്ഞൊരു കേസിലൊരു പ്രതികനാക്കൂലേ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീനെ പറ്റിയിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത്രയും വലിയ എമൗണ്ടാണ്, അത് വേറൊരു പ്രശ്നം കൂടിയാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സ്ത്രീ ഒരു നിരപരാധിയായിരിക്കാം എന്നാണ് എൻ്റെ തോന്നല്ലേ. എനക്കും അതാ തോന്നുന്നത്. ഈ സ്ത്രീ നിരപരാധിയായിരിക്കാം. പിന്നെ കേസാണ്, കേസിന് വേണ്ടുന്ന ഞങ്ങൾക്ക് തെളിവുകളാണ്. കേസുകൾക്ക് വേണ്ടുന്ന തെളിവുകൾ തന്നെയാണ്. അത് നമ്മളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചകഞ്ഞ് പിടിച്ച് അന്വേഷിച്ച് കൊണ്ടുവരുമായിരിക്കും. പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ നിരപരാധി അപരാധിയാകാൻ പാടില്ല. സാധാരണ ചില കേസുകൾ അങ്ങനെ നമ്മൾ കാണലില്ലേ, നിരപരാധിയാണ് ചിലപ്പോൾ അകത്തേക്ക് പോകുന്നത്. അതില്ലാതെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് കേസ് തെളിയിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നമുക്കങ്ങനെ അനുമാനിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ.